സംസാരിക്കുന്നത് രാജ്യത്ത് വീണ്ടും 2 മാധ്യമപ്രവർത്തകർക്ക് രാജ്യദ്രോഹ കുറ്റം ചുമത്തി സമൻസ് അയച്ചിരിക്കുകയാണ്. സിദ്ധാർത്ഥ് വരദരാജൻ, അദ്ദേഹം ദ വയറിൻ്റെ എഡിറ്ററാണ്. മറ്റൊരാൾ കരൺ ഥാപ്പറാണ്, അദ്ദേഹം ദ വയറിലെ തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. ഏത് സാഹചര്യത്തിലാണ്, എന്ത് കുറ്റത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ BNSലെ 7ഓളം വകുപ്പുകൾ ചുമത്തി രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതെന്ന് അസം പോലീസ് പറയുന്നില്ല. പക്ഷേ കഴിഞ്ഞ ജൂലൈയിൽ അവർക്കെതിരെ ഒരു FIR ഇട്ടിരുന്നു. അതിൽ സുപ്രീം കോടതി ഒരു സംരക്ഷണം ഓൾറെഡി അവർക്കുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അസം പോലീസിൻ്റെ ഈ സമൻസ്. അപ്പോൾ എങ്ങനെയാണ് ഈ പുതിയ സമൻസിനെ അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഈ രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ കടിഞ്ഞാണിടാനുള്ള ശ്രമത്തെ കാണേണ്ടതെന്ന് കൂടി സംസാരിക്കുകയാണ് അവസാനമായിട്ട്. അജിംസ്, എങ്ങനെയാണ് ഈ നീക്കത്തെ കാണുന്നത്? ഒരു 3-4 വർഷം മുമ്പാണ് നേരത്തെ IPCയിലുണ്ടായിരുന്ന രാജ്യദ്രോഹ കുറ്റം സുപ്രീം കോടതി റദ്ദാക്കിയത്. അങ്ങനെ ഒരു നിയമമേ പാടില്ല. കാരണം അതൊരു കൊളോണിയൽ ലോയാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിമർശിക്കുന്നവരെ, സ്വാതന്ത്ര്യ സമര പോരാളികളെ ജയിലിലിടാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണത്. അപ്പോൾ അതിലെ രാജ്യദ്രോഹം, സെഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷ് രാജാവിനെ വിമർശിക്കുക, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിമർശിക്കുക, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ജനങ്ങളിൽ എന്തുണ്ടാക്കുക, അസംതൃപ്തി ഉണ്ടാക്കുക. ഇതൊക്കെയായിരുന്നു ആ നിയമനിർമ്മാണത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ആ നിയമം നിൽക്കില്ല. IPC 420A എന്ന് പറയുന്നത് നിൽക്കില്ല എന്ന് പറയുന്നത് കോടതിയാണ്. അപ്പോൾ അന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ആരും വിഷമിക്കേണ്ട, ഉടൻ തന്നെ അടുത്ത നിയമം വരും, അതിൽ രാജ്യദ്രോഹം മാത്രമല്ല രാജദ്രോഹവും കുറ്റകരമാക്കും. അത് കറക്റ്റ് അങ്ങനെ തന്നെയാണ്. BNS ഉണ്ടായപ്പോൾ അതിൽ ഇതാ കിടക്കുന്നു, പുനഃസ്ഥാപിച്ചു. അത് 3 വർഷം മുതൽ ജീവപര്യന്തം വരെയാണ് IPCയിലെ നിയമത്തിന് ശിക്ഷയെങ്കിൽ ഇതിൽ അത് കുറഞ്ഞ ശിക്ഷാപരിധി 7 വർഷമാക്കി. 7 വർഷമാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ. മറ്റേതിൽ പിഴയോടിക്ക് നമുക്ക് ചെറിയ കേസിൽ രക്ഷപ്പെടായിരുന്നു. അതായത് സർക്കാരിന് തോന്നുവാണ് ഇത് അവൻ രാജ്യദ്രോഹിയാണെന്ന് തോന്നി, നമ്മളൊരു പ്രസ്താവന നടത്തി, നമുക്ക് പിഴ കൊടുക്കാനുള്ള ഒരു വകുപ്പുണ്ട്. ഇതിൽ പിഴയൊന്നുമില്ല, നേരെ ജയിലിൽ കിടന്നേ മതിയാവും. അതായത് ജീവപര്യന്തം, അതിൽ ഏറ്റവും കുറഞ്ഞ 7 വർഷമാണ് ഈ പുതിയ നിയമത്തിലുള്ളത്. അപ്പോൾ എന്താണ് ഈ പുതിയ നിയമത്തിൻ്റെ ലക്ഷ്യം? ആ നിയമത്തിൻ്റെ ലക്ഷ്യം നമ്മൾ പറഞ്ഞല്ലോ. ഈ പുതിയ നിയമത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയുടെ അഖണ്ഡത സംരക്ഷിക്കുക, അഖണ്ഡതയ്ക്കെതിരായി പ്രവർത്തിക്കുക, അതുപോലെ വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക. ഇതൊക്കെയാണ് ഇതിൽ പറയുന്ന കാര്യം. ഇനി നോക്കാം നമുക്ക് ദ വയർ ചെയ്ത തെറ്റെന്താണ്? ദ വയർ ചെയ്ത തെറ്റ് ഇന്തോനേഷ്യയിലെ മിലിറ്ററി അറ്റാഷെ സിംഗപ്പൂരിൽ വെച്ചൊരു വിദേശ മാധ്യമത്തിന് കൊടുത്ത വാർത്ത, ഒരു അഭിമുഖം, അതേക്കുറിച്ച് ഇവിടെ വാർത്ത കൊടുത്തു. അതിലെന്താണ് അദ്ദേഹം പറഞ്ഞത്? ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ ഇന്ത്യക്ക് ചില വിമാനങ്ങൾ നഷ്ടമായി, റഫാൽ വിമാനങ്ങൾ നഷ്ടമായിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇവിടെ വാർത്ത കൊടുത്തു. അതെങ്ങനെയാണ് തെറ്റാവും? അങ്ങനെയാണെങ്കിൽ അതിലും വലിയ രാജ്യദ്രോഹം ചെയ്ത ആൾ മിലിറ്ററി അറ്റാഷെ അല്ലേ? അത് വാർത്ത ചെയ്തു എന്നുള്ളതാണ് ഒന്നാമത്തെ കേസ്. അപ്പോൾ ആ കേസിൽ അത് ഇവിടെയൊന്നും അല്ല. എവിടെയാണെന്ന് വെച്ചാൽ അസമിൽ ബംഗ്ലാദേശ് മ്യാൻമർ ബോർഡറിലും കണ്ടുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് കേസ്. മുമ്പ് ജിഗ്നേഷ് മേവാനിയെ കേസെടുത്ത് ഓർമ്മയുണ്ടാവും. കേസെടുത്ത് അദ്ദേഹം അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ഗുജറാത്തിൽ നിന്ന്. അത് ഇതുപോലെ ദിബ്രുഗഡിൽ കണ്ടായിരുന്നു. ദിബ്രുഗഡ് എന്ന് പറഞ്ഞാൽ ഈ മ്യാൻമർ ബംഗ്ലാദേശ് ബോർഡറിൽ എവിടെയോ മറ്റുമാണ്. അത് അവിടെ പോയി നമ്മൾ കേസ് നടത്തണം. ആ തന്ത്രം തന്നെയാണ് അത്. ഡൽഹിയിൽ കേസെടുത്താൽ പോരാ, അസമിലെടുക്കണം. അപ്പോൾ അതിൽ ഈ പറയുന്ന ഇവർ അതിനെതിരെ സുപ്രീം കോടതിയിൽ പോവുകയും നടപടികൾ സുപ്രീം കോടതി റദ്ദാക്കി. അതിലൊരു നടപടിയും സ്വീകരിക്കുക, അറസ്റ്റ് പാടില്ല എന്ന് സുപ്രീം കോടതി റദ്ദിട്ടും ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത കേസ് ഇട്ടിരിക്കുകയാണ്. അടുത്ത കേസിൽ സമൻസാണ്. അതിൽ FIR ഇട്ടെന്ന് പറയുന്നത്. പക്ഷേ ഒരു എന്ത് കുറ്റാന്നറിയില്ല. അതിൽ കരൺ ഥാപ്പറുണ്ട്, സിദ്ധാർത്ഥ് വരദരാജനുണ്ട്. അപ്പോൾ ഇനി കരൺ ഥാപ്പർ ഓപ്പറേഷൻ സിന്ദൂർ കാലത്തോ മറ്റോ നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഇൻ്റർവ്യൂകളായിരിക്കും. കരൺ ഥാപ്പർ അതിൽ കൂടുതൽ ഇൻ്റർവ്യൂകളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂകളാണോ ഒന്നും അറിയില്ല. ഇവരെ കേസ് എന്താണെന്ന് വലിയവർക്ക് അറിയില്ല. പുതിയ സമൻസ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, BNSലെ ഈ സെഡീഷൻ ലോ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു മുൻ പട്ടാളക്കാരൻ സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. അത് സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ വസ്തുത എന്താണ്, ഇതിൻ്റെ സാധുത എന്താണ്? അതായത് മുമ്പുണ്ടായിരുന്ന IPCയിലെ സെഡീഷൻ ലോ, രാജ്യദ്രോഹ കുറ്റം എന്ന ആ വകുപ്പ്, ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് ജസ്റ്റ് ഒന്ന് ആ വകുപ്പ് രണ്ടും വായിച്ചു നോക്കിയാൽ മതി. മറ്റേതിനേക്കാൾ കടുപ്പമേറിയ വകുപ്പാണതിൽ. അത് മിണ്ടിയാൽ പിടിച്ച് അകത്തിടാവുന്ന വകുപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ BNSലെ ഒരുപാട് വകുപ്പുകളെ പറ്റി ചർച്ച നടക്കേണ്ടതുണ്ട്. അത് മുഴുവനായി ചർച്ച നടത്തി അതിൻ്റെ ഭരണഘടനാ സാധുത എന്താണെന്നൊക്കെയുള്ള വിലയിരുത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഈ സെഡീഷൻ ലോ ആണ്. കാരണം സുപ്രീം കോടതിയിൽ ഒരു നിയമപരമായ ലോജിക്ക് വെച്ച് റദ്ദാക്കിയ ഒരു നിയമം പുതിയ രൂപത്തിൽ അവതരിപ്പിച്ച് കുറേ കൂടി ശക്തമായ ശിക്ഷാവിധികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വർഷമായിട്ട് അത് എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ആരും ചോദ്യം ചെയ്തില്ല എന്നുള്ള വേറൊരു കാര്യം. ചോദ്യം ചെയ്തപ്പോൾ 2 വർഷമായി. പക്ഷേ അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, സുപ്രീം കോടതി അത് പരിഗണിച്ചുകൊണ്ടിരിക്കുക, പുതിയ കുറ്റം കൂടി ചുമത്തിരിക്കുക. അപ്പോൾ ഇന്ന് രാവിലെ സിദ്ധാർത്ഥോടെ നമ്മളത് പറയുന്നുണ്ട്, കുറഞ്ഞ പക്ഷം ഒരു സമൻസ് അയക്കുമ്പോൾ ഏത് കുറ്റത്തിൻ്റെ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ കേസെടുത്ത് ഞങ്ങൾ സമൻസ് അയക്കുന്നത് എന്ന് പറയണമല്ലോ. അത് അങ്ങനെ ഒരു മിനിമം നിയമപരമായ ഉത്തരവാദിത്തം പോലും നിർവഹിക്കാൻ കഴിയുന്നില്ല ഈ അസം പോലീസിന്. അസമിനെക്കുറിച്ച് മറ്റൊന്നുകൂടി പറയേണ്ടതുണ്ട്. ഇന്ന് ഇന്ത്യയിൽ മനുഷ്യാവകാശവും പൗരാവകാശവും ഏറ്റവും കൂടുതൽ ലംഘിക്കപ്പെടുന്ന ഒരു സംസ്ഥാനമായി അസം മാറുകയാണ്. നമ്മൾ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വളരെ കുറവാണ്.
ഒന്ന്, പ്രധാനപ്പെട്ട ദേശീയ മാധ്യമങ്ങൾക്കൊന്നും ഈ പറയുന്ന ദിസ്പൂരിലോ അല്ലെങ്കിൽ ഗുവാഹത്തിയിലോ ദിബ്രുഗഡിലോ ഒന്നും ബ്യൂറോകളില്ല. അവിടെ നിന്ന് വാർത്തകളാരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ന്യൂസ് ഏജൻസികൾ അങ്ങോട്ട് പോകുന്നേ ഇല്ല. ഏറ്റവും വലിയ ബുൾഡോസർ രാജ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണത്. ഇന്നലെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവം കൂടി പറയാം. 3000 ബിഘ, അതായത് 3000 ബിഘ എന്ന് പറഞ്ഞാൽ ഏക്കറിൽ കൂടുതലാണ്. 3000 ബിഘ സ്ഥലം സിമൻറ്റ് കമ്പനിക്ക്, അത് അദാനിയുടെ സിമൻറ്റ് കമ്പനിക്ക് കൈമാറി. അത് സംബന്ധിച്ച് ഗുവാഹത്തി ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. ജഡ്ജി ഞെട്ടിപ്പോയി. 3000 ഏക്കർ എന്തിനു കൊടുത്തു? അത് വരണ്ട, അപ്പോൾ ഈ വക്കീലിന് പറയാൻ പറ്റുന്നില്ല. വക്കീൽ പറയാം അതേതോ വരണ്ട ഭൂമിയാണ്. അതായത് ഒരു വശത്ത് ആളുകളെ ബുൾഡോസർ രാജിലൂടെ കുടിയൊഴിപ്പിക്കുക. അത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ്? വനമേഖലകളിൽ നിന്ന്. വനമേഖലയിൽ പാർത്തിട്ടുള്ള ന്യൂനപക്ഷക്കാരെയും ആദിവാസികളെയും നിർബന്ധിതമായി ബുൾഡോസർ രാജിലൂടെ കുടിയൊഴിപ്പിക്കുക. ഈ ഭൂമി മുഴുവൻ പിടിച്ചെടുത്ത് കോർപ്പറേറ്റുകൾക്ക് നൽകുക. അങ്ങനെ പച്ചയായ മനുഷ്യാവകാശ ലംഘനം നടന്നുകൊണ്ടിരിക്കുകയാണ് അസമിൽ. മറ്റൊന്ന്, ഈ CAA നടപ്പാക്കുന്നു എന്നതിൻ്റെ പേരിൽ ബംഗ്ലാദേശികളെന്ന് ആരോപിച്ച് ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും, മുസ്ലിങ്ങളെ മാത്രമല്ല ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും പൗരത്വം നിഷേധിച്ച് അവിടെ നാട്ടി ഓടിക്കപ്പെടുന്നു. അവിടെ വീടുകൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നു. ഏറ്റുമുട്ടൽ കൊലകൾക്ക് അന്ത്യമില്ല. അതായത് UP നമ്മളെന്താണോ കണ്ടുകൊണ്ടിരുന്നത് ഒരു 2-3 വർഷം മുമ്പ് വരെ, ഇപ്പം അത്ര വാർത്തകൾ അവിടെ നിന്ന് കേൾക്കുന്നില്ല. അതിൻ്റെ മറ്റൊരു പതിപ്പ് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന അതുവരെ RSSകാരനല്ലായിരുന്ന കോൺഗ്രസ്സുകാരനായിരുന്ന ഇപ്പോൾ BJPയിൽ ചേർന്നിട്ടുള്ള, എന്നാൽ RSSകാരേക്കാൾ കൂടുതൽ ആ അജണ്ട നടപ്പാക്കുന്ന ഒരു മുഖ്യമന്ത്രി അവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് സംസാരിക്കുന്നത്, ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്നതിൻ്റെ പേരിൽ നാളെ എനിക്കെതിരെ സെഡീഷൻ ലോ വന്നാലും അത്ഭുതപ്പെടാനില്ല. ആരെങ്കിലും ഒരാൾ ഞാനിപ്പോൾ പറഞ്ഞത് ട്രാൻസ്ലേറ്റ് ഹിമന്ത ബിശ്വ ശർമ്മജി ഒരു സെഡീഷൻ ഇട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ പോയി ദിബ്രുഗഡിൽ പോയി കേസ് നടത്തേണ്ടി വരും. ഇത് നമ്മളെപ്പോലെ ഉള്ളവരെ കൂടി ഇപ്പോൾ വയറിന് സിദ്ധാർത്ഥ വരദരാജനും കൺതാപുരം രാജ്യത്തെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളാണ്. അവർ ഡൽഹിയിലാണ്. അവരിൽ പണം കൂടി ഉണ്ടാവും. ഒരു പക്ഷേ സാമൂഹ്യമായ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളായിരിക്കാം. കേരളത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും അജിംസനോ നിഷാദിനെതിരെ ദിബ്രുഗഡിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ആര് പോയി കേസ് നടത്തും? പിടിച്ചുകൊണ്ട് അകത്തിട്ട ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാൻ. അപ്പോൾ ഇത് മറ്റുള്ളവരെ, അവർക്കെതിരെ മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർ കൂടിയുള്ള ഒരു ഭീഷണിയാണ് ഇട്ട് വേണം കാണാൻ. നിഷാദ്, ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാര്യത്തിൽ കൂടുതൽ സംസാരം വേണ്ട, ആരും കൂടുതൽ വാർത്തകളും പടച്ചു വിടേണ്ട എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അതാണ് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റിന് ഒരു നെഗറ്റീവ് ഉണ്ട്, അത് എടുത്താൽ മതി. അതിനകത്ത് ക്വസ്റ്റ്യൻസും ചോദിക്കേണ്ട എന്നാണ്. നമുക്ക് നമ്മൾ നടത്തിയിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചു, പക്ഷേ നമുക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ട് ചെയ്തത് ചില ആളുകളെ കോട്ട് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് രാജ്യദ്രോഹമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പ് UPA സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് നമ്മുടെ പട്ടാളക്കാരെ നഷ്ടമാകുന്നു, നമ്മുടെ പട്ടാളക്കാരുടെ തലയറുത്ത് കൊണ്ടുവന്ന് വെക്കുന്നു അവർ എന്ന് പറഞ്ഞ് നമ്മുടെ ലോസിനെ കുറിച്ച് മോദി പ്രസംഗിച്ചിട്ടില്ലേ? അത് നമ്മുടെ രാഷ്ട്രാഭിമാനത്തിനുണ്ടാക്കുന്ന വിഘാതമല്ലേ? അത് കേസെടുക്കാൻ പറ്റുന്ന കാര്യമാണോ? നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ നമുക്കുണ്ടായ ലോസിനെ കുറിച്ച് വേറൊരാൾ പറഞ്ഞ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ സ്വതന്ത്രമായി മാധ്യമങ്ങൾക്കകത്ത് തൽക്കാലം വാർത്ത വരണ്ട, സർക്കാരിൻ്റെ ഒരു ഗസറ്റായിട്ട് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ പ്രവർത്തിക്കുമെന്നാണ് എല്ലാവരോടും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കേസെടുക്കുന്നത്. ഋതികാപ്പൻ്റെ കേസ് നേരത്തെ പറഞ്ഞു. ഋതികാപ്പൻ എന്തിനു പോയതാണ്? ഒരു ഹാത്രസിൽ തന്നെ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. അയാളെ പിടി ജയിലിലിട്ട്, അതിന് മുമ്പുള്ള ഏതോ ആസൂത്രണത്തിൻ്റെ പേര് പറഞ്ഞാണ് പിടി ജയിലിടുന്നത്. മീഡിയ വണ്ണിൻ്റെ കഥ എന്താണ് നിരോധനത്തിന് ശേഷം ഉണ്ടായ സംഗതി നമ്മൾ കണ്ടാണ്. പെഗാസസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ കൊണ്ടുവന്ന് എത്ര ജേർണലിസ്റ്റുകളെയാണ്, ഈ സിദ്ധാർത്ഥ വരദരാജൻ അടക്കം 10-40 വരെയാണ് മൊത്തത്തിൽ ചോർത്തിയത്, കണ്ടതല്ലേ? ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി ദ വയറിൻ്റെ ഓഫീസിൽ കയറി ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടല്ലോ. ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ഒരു സൈറ്റിൻ്റെ പ്രവർത്തനം തന്നെ നിൽപ്പിച്ച് കളത്തില്ലേ? എന്തെല്ലാം തരത്തിലുള്ള ഇടപെടലാണ്. മാധ്യമങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സകല മാധ്യമങ്ങളെയും ചവിട്ടി മെതിക്കുക എന്ന് പറയുന്ന പ്ലാനിൽ സർക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലിപ്പോൾ പുതിയൊരു കഥ എന്നാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടാൽ ഇതിന് പരിഹാരം ഉണ്ടാക്കി കളയാമെന്ന് ആരും വിചാരിക്കേണ്ട. ഞങ്ങളുടെ ഇനിയും കേസെടുക്കാൻ പോലീസ് സ്റ്റേഷനും FIR പേപ്പറും ഉണ്ടെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. നോക്കി, ഇതിനകത്ത് കാണേണ്ട കാര്യമുണ്ട്. FIR കോപ്പി കൊടുത്തിട്ടില്ല. ഇത് ഗുരുതരമായ കേസാണ്, വരൂ സഹകരിക്കുന്നതാണ്, ഇല്ല അറസ്റ്റ് ചെയ്യുമെന്ന് പേടിപ്പിക്കുകയാണ്. മീഡിയ വണ്ണിൻ്റെ കേസിലുണ്ടായിരുന്നല്ലോ. കോടതി പോയിട്ട് എന്താണ് രാജ്യദ്രോഹം നമ്മൾ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ വിശദാംശവും തരേണ്ട കാര്യമൊന്നുമില്ല. ഇത് നാഷണൽ സെക്യൂരിറ്റിക്കെതിരാണ്, പൂട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. അത് നടക്കത്തില്ലെന്നാണ് സുപ്രീം കോടതി നമ്മുടെ കേസിൽ പറയുന്നത്. എന്നിട്ട് നോക്കൂ, കാരണം ബോധിപ്പിക്കാതെ ആളുകളെ രാജ്യദ്രോഹ കേസിൽ പിടിക്കുന്ന പുതിയ കീഴ്വഴക്കങ്ങൾ ഈ ഭരണകൂടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്ന ആലോചിക്കണം. അസമിൻ്റെ കാര്യം പറഞ്ഞു. അസം ഈ കഥ ഏറ്റവും ഭീതിത സ്വഭാവമുള്ള നിയമ ഇടപെടൽ നടക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം അവസാനമാണെന്ന് തോന്നുന്നു എനിക്കൊരു കേസ് വന്നത്. 80-ലധികം ഏറ്റുമുട്ടൽ കൊലകൾ 3 വർഷത്തിനിടയ്ക്ക് നടന്നു. ഇത് സംശയാസ്പദമാണെന്ന് പറഞ്ഞ ഒരാൾ കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ഇവയെല്ലാം റീഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടൽ കൊലകൾ നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന്, അതിൽ പലതും വ്യാജമാണെന്നതിൻ്റെ വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരാൾ പൊതുതാൽപര്യ ഹർജി കൊടുക്കുന്നത്. അത് പരിഗണിച്ച കോടതി ഞെട്ടിക്കൊണ്ട് ഇത് മുഴുവൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ അവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അവിടുത്തെ പ്രമുഖ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരു ദിൽവാർ ഹുസൈൻ, അയാളുടെ അറസ്റ്റ്, പിന്നെ ഉണ്ടായിട്ടുള്ള ഈ CAA കേസുകളുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ, കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ അട്രോസിറ്റി, നമ്മൾ ഈ അസമിൽ നിന്ന് കാണുന്നത് നേരത്തെ പറഞ്ഞ ഇത്തരം കേസുകളെല്ലാം ആരെ പൂട്ടണോ അവർക്കെല്ലാം അസമിലാണ് കേസ്, എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. അപ്പോൾ അസം പോലീസിൻ്റെ നടപടികളെന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ് അവർ.
അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഭയാനകമായ ഇത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം. രണ്ട്, ജേർണലിസ്റ്റുകൾ വേട്ടയാടപ്പെടുന്നു പറഞ്ഞാൽ ഇന്ത്യയിൽ പുതിയ കാര്യമല്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കണക്കിൽ നമ്മളെവിടെ നിൽക്കുന്നത് അറിയാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന സെഡീഷൻ ലോ, രാജ്യദ്രോഹ കുറ്റം കേൾക്കുമ്പോഴേ ഭയപ്പെടുത്തുന്നുള്ളത്. എനിക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആൾക്കാർ ഭയക്കും. അത്തരം കുറ്റം ചുമത്താൻ നിങ്ങൾക്ക് മതിയായ പശ്ചാത്തലമൊന്നും ആവശ്യമില്ല. ആരെയും ചുമത്തി അകത്തിടാൻ കഴിയുന്നുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ആ നിലക്കുള്ള ഭീഷണി സന്ദേശം എൻറ്റർ സൊസൈറ്റിക്ക് കൊടുക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത് എന്നാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം.